അച്ഛൻ വന്നു. അല്ല, നീ പോവാണോ? അതെ. അപ്പുവിന്റെ കല്യാണം കൂടാൻ നിൽക്കണില്ലേ? അതൊക്കെ വൈകില്ലേ? ഇനി ഒരാളെ കണ്ടുപിടിച്ച് ആലോചിച്ച് ഉറപ്പിച്ചൊക്കെ വരുമ്പോഴേക്കും ഞാൻ ഇങ്ങോട്ട് വരാം. ഇനി എന്ത് താമസം? എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞില്ലേ? ആരുമായിട്ട്? ഇന്നലെ എന്റെ പൊന്നുമോൻ മുടക്കിയില്ലേ, ആ കല്യാണം തന്നെ. അച്ഛാ, അപ്പൊ ആ കുട്ടിയുടെ മറ്റേ പ്രേമം ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. രണ്ടുപേരും ഒന്നറിഞ്ഞാ മതി, കേട്ടുടനെ ഉണ്ടാവും. ഞാൻ പോണില്ല. ഉറപ്പിച്ച സ്ഥിതിക്ക് ഇനി പോയിട്ട് എന്താ കാര്യം? മുത്തും പവിഴവും മൊഴികളിൽ പൊഴിയുമോ, ഉയരുമായി ഉണരുമോ, മുത്തും പവിഴവും മൊഴികളിൽ പൊഴിയുമോ, ശില്പം മിഴികളിൽ ഉയരുമായി ഉണരുമോ, ശിലയഴകിൽ പ്രണയിനി തൻ മുഖം തീർത്ത രാജശില്പി, മുത്തും പവിഴവും മൊഴികളിൽ പൊഴിയുമോ, ശില്പം മിഴികളിൽ ഉയരുമായി ഉണരുമോ. പ്രതിമയും പുളകമണിയും പ്രതിശ്രുതൻ തഴുകിയാൽ, പുഴയിലും കളഭമലിയും പുലരികൾ മുഴുകിയ പ്രേമം പുതുമഴ പോലെ, ഞാനോ തളിരില പോലെ, മൃദുലമേ വിലയം മുത്തും പവിഴവും മൊഴികളിൽ പൊഴിയും. തെളിനില പുടവ വിരിയിൽ പുളിനമോ ശയനമായി, ചിരിയിതൾ ചിറകു കുടയും ഹൃദയമോ ശലഭമായി, പ്രേമം പുലരൊളി പോലെ മാറിൽ വനലത പോലെ, നഗരമേ ലയനായി, മുത്തും പവിഴവും മൊഴികളിൽ പൊഴിയുമോ, ഹേ ശില്പം മിഴികളിൽ ഉയരുമായി ഉണരുമോ, ശിലയഴകിൽ പ്രണയിനി തൻ മുഖം തീർത്ത രാജശില്പി, ഈടെ ഞെട്ടിക്കുന്ന സ്വപ്നങ്ങളാ കാണുന്നത്. ഞാനും എന്റെ കെട്ട് കഴിഞ്ഞു വരെ കണ്ടു. കല്യാണം മുടക്കാൻ ഓരോ നമ്പർ കാണിച്ച് കാണിച്ച് കല്യാണം നേരത്തെ. ഇനിയിപ്പോ എന്ത് ചെയ്യടാ? ദൈവം എന്ന് പറഞ്ഞ ഒരാൾ മുകളിൽ ഇരിപ്പണ്ടല്ല, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. എനിക്ക് ഒന്ന് ഫോൺ ചെയ്യണം. എടാ ചേട്ടാ, ഒരു അത്യാവശ്യം ഒന്ന് വിളിച്ചോട്ടെ. അല്ല അത് പിന്നെ എത്രയുടെ 4850. എന്താ ഇതെല്ലാം നടക്കോ? റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല.
റിങ് ചെയ്താൽ എടുക്കുന്ന നമ്പറായിട്ടേ ദേ ഇവിടെ ഒത്തിരി പേരുണ്ട്. ഒന്നുകൂടെ. കിട്ടുന്നില്ല. അതിന് വിളിച്ച സ്ഥലത്ത് ഫോൺ വേണം. ഫോൺ എടുക്കുന്നില്ല. എനിക്കൊന്ന് ഫോൺ ചെയ്യണം. മോർഫിംഗ്. ഹലോ. ഹലോ, അനിയൻകുട്ടി ഉണ്ടോ? റോങ് നമ്പർ. റോങ് നമ്പർ ആണെന്ന് പറഞ്ഞല്ലേ? താനെന്തിനാ ചൂടാവണേ? ഓ, അനിയൻകുട്ടിയായിരുന്നോ? എന്റെ പൊന്ന് അനിയൻകുട്ടി, ആ പെണ്ണ് എനിക്ക് സ്വൈരം തരുന്നില്ല. 24 മണിക്കൂറിനുള്ളിൽ 240 തവണ ഫോൺ ചെയ്യും. അവള് മടുത്ത് പിന്മാറിയില്ലല്ലേ? എവിടെ? ആ, നിന്റെ ഡാഡി വിളിച്ചിരുന്നു. ഞാൻ നിന്റെ ഈ ലവിന്റെ കാര്യം പറഞ്ഞു. നിന്റെ ഡാഡി സമ്മതിച്ചു. ഉടനെ ഒരു വരാന്ന്. എന്ത് കാര്യത്തിന്? അവര് വരുമ്പോഴേക്കും പെണ്ണ് വല്ലോന്റെ ഭാര്യയെ കഴിഞ്ഞിരിക്കും. നീ ആ കല്യാണം ഇതുവരെ മുടക്കിയില്ലേ? മുടക്കാൻ വെച്ച പാര ഉറപ്പിൽ കലാശിച്ചു. ആ. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പപ്പി എനിക്ക് നഷ്ടപ്പെടും. അവൾ ഇതുവരെ അവനെ തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. എങ്കിലൊരു കാര്യം ചെയ്. നീയാണ് ഫോൺ ചെയ്യാറുള്ള അനിയൻകുട്ടി എന്നും പറഞ്ഞ് ഒന്ന് നേരിൽ കാണും. സംഗതി പൊളിഞ്ഞ പിന്നെ രണ്ടാലൊന്നും ആലോചിക്കണ്ട. എന്ത് കഠിന പ്രവൃത്തി ചെയ്തിട്ടാണേലും രണ്ടിനെയും തമ്മിൽ പിരിക്കണം. ചെയ്യായിരുന്നു. പക്ഷെ കൊച്ചൂർപ്പിനെ ഓർക്കുമ്പം അതിനേക്കാൾ ഏറെയല്ലേ നിനക്ക് നിന്റെ പപ്പയോടുള്ള സ്നേഹം. ആ സ്നേഹത്തിന് മുന്നിൽ നീ കാണിക്കുന്നത് എന്തും ദൈവം പോലും ക്ഷമിക്കും. ആദ്യം അവളെ ഒന്ന് കാണാം. എക്സാം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ മടങ്ങണം കേട്ടോ ആന്റി. തലേന്ന് രാവിലെ തന്നെ പെണ്ണിനെ ഇവിടെ എത്തിച്ചേക്കാം പോരെ? വീട്ടിലൊന്ന് പോയി വന്നാ പിന്നെ തിരിച്ചു പോകാൻ വലിയ മടിയാ എനിക്ക്. ജോലി കളയാനും പറ്റത്തില്ലല്ലോ. ആന്റി, ഈ ഡ്രസ് ഇടാ അല്ലേ? നിന്റെ ഇഷ്ടം മോളെ. ഇന്നിവക്ക് എന്തു പറ്റി? അല്ലെങ്കിൽ ബാംഗ്ലൂർക്ക് പോണ കാര്യം പറയുമ്പോ എന്നെ കെട്ടിപ്പിടിച്ച് കരയുന്ന പെണ്ണാ. ഈ എക്സാം കൂടി കഴിഞ്ഞാ പിന്നെ അങ്ങോട്ട് പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും. ഏയ്, കല്യാണം ഉറപ്പിച്ചതിന്റെ സന്തോഷായിരിക്കും. അവൾക്ക് കല്യാണക്കാര്യത്തിന് താല്പര്യമില്ലായിരുന്നു, നിർബന്ധിച്ച് സമ്മതിപ്പിച്ചു. നോക്കിട്ട് വരാം. എന്നെ മനസ്സിലായോ? ഇല്ല ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഇല്ല, നല്ല ഓർമ്മ കിട്ടുന്നില്ല. എങ്കിൽ ഇനി കൂടുതൽ ആലോചിക്കണ്ട. നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാ കാണണേ. ആരാന്ന് പറഞ്ഞില്ല. ഞാൻ ഇവിടുത്തെ പത്മജയുടെ ഫ്രണ്ടാ. നാട്ടിൽ വന്നപ്പോ ഒന്ന് കാണണോന്ന് കരുതി. ആ, വിളിക്കാം, വരൂ. മോളെ പത്മജേ. പിന്നെ ഒരു കാര്യം, കല്യാണ സാരി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എടുത്തോളാം. അതെന്റെ പ്രസന്റ് ആയിക്കോട്ടെ. ആക്സിഡന്റ് ആന്റി. സംസാരിച്ച് നിന്നാലേ സമയം പോണെന്നറിയില്ല. ആരത്? വണ്ടി എടുത്തോ, വിട്ടോടാ. അയാളെവിടെ പോയോ? ആരാച്ചാ വന്നത്? ഇവളെ കാണാന്ന് പറഞ്ഞു വന്നതാ. എന്നെ കാണാനോ? പിന്നെന്തിനാ അവൻ ഓടിയത്? ഇനി വല്ല കള്ളനുമായിരിക്കോ? ഒരു കള്ള ലക്ഷണം അവനുണ്ടായിരുന്നു. ആ, ആരെങ്കിലും ആവട്ടെ മോളെ, നമുക്ക് ട്രെയിനിന് സമയമായി. ഇറങ്ങ.